എ ഫീനിക്സ് റൈസസ് എന്ന ചാപ്റ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 sections. ദ ഫസ്റ്റ് സെക്ഷൻ ഇസ് എ സ്റ്റോറി ഇൻ വിച്ച് ബബ്ലു കേവത്ത് ഈസ് ദ പ്രൊട്ടഗോണിസ്റ്റ്. ആൻഡ് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റർവ്യൂ ആണ്. ഈ ബബ്ലു കേവത്ത് എന്ന ക്യാരക്ടറിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ദ റിയൽ അരുണാചലം മുരുകാനന്ദവുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ. അതുകൊണ്ട് തന്നെ എ ഫീനിക്സ് റൈസസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു നറേഷൻ ചോദിക്കുമ്പോൾ എക്സാമിന് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ബിക്കോസ് ഇങ്ങനൊരു ചോദ്യം നോക്കാം നമുക്ക്. ദ സ്റ്റോറി എ ഫീനിക്സ് റൈസസ് ടെൽസ് ദ ഇൻസ്പയറിംഗ് ജേർണി ഓഫ് എ മാൻ ഹൂ ടേൺസ് പേഴ്സണൽ സ്ട്രഗിൾ ഇൻ ടു എ പവർഫുൾ മിഷൻ. അല്ല, പേഴ്സണൽ സ്ട്രഗിൾ, അതായത് സ്വന്തം ലൈഫിൽ നടന്ന ഒരു സ്ട്രഗിളിനെ, ഒരു പ്രശ്നത്തെ ഒരു പവർഫുൾ മിഷനായി, ഒരു വലിയ ദൗത്യമാക്കി ട്രാൻസ്ഫോം ചെയ്ത ഒരു മനുഷ്യന്റെ കഥയാണത്. ടു റീസ്റ്റോർ ഡിഗ്നിറ്റി ആൻഡ് ഹെൽത്ത് ടു വിമൺ. അല്ലെ, സ്ത്രീകളുടെ ഡിഗ്നിറ്റി, അന്തസ്, ഹെൽത്ത്, അവരുടെ ആരോഗ്യം റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി. ആൻഡ് നറേറ്റ് ദ സ്റ്റോറി ഓഫ് ബബ്ലു. ശ്രദ്ധിച്ച് കേട്ടോണേ, നിങ്ങളോട് ഇവിടെ ആരുടെ സ്റ്റോറിയാണ് പറയാൻ പറഞ്ഞത്? ബബ്ലുവിന്റെ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്, നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ എന്ന് പറയുമ്പോൾ തേർഡ് പേഴ്സണിൽ, ബ്രിങ്ങിങ് ഔട്ട് ദ കീ ടേണിംഗ് പോയിന്റ്സ് ഇൻ ഹിസ് ജേർണി. ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രം ഡ്രോപ്പിംഗ് ഔട്ട് ഓഫ് സ്കൂൾ ടു ബിക്കമിങ് എ സോഷ്യൽ ഇന്നോവേറ്റർ. നമുക്കറിയാം, നമ്മൾ ഈ സ്റ്റോറി നന്നായിട്ട് വായിച്ച ആൾക്കാരാണെങ്കിൽ ബബ്ലുവിൻ്റെ കഥ എവിടെ വരെ പറയുന്നുള്ളൂ? ബബ്ലുവിനെ മദർ, അല്ലെങ്കിൽ ബബ്ലുവിൻ്റെ വൈഫും മദറും എന്ത് ചെയ്യുന്നു? വിട്ടുപോകുന്നു. ബബ്ലു ഒറ്റയ്ക്കാവുന്നു. ബബ്ലു സോഷ്യൽ ഐസൊലേഷൻ നേരിടുന്നു. ഇവിടെ വരെ നമ്മൾ സ്റ്റോറി പഠിച്ചിട്ടുള്ളൂ. പിന്നീട് നമ്മൾ അരുണാചലം മുരുകാനന്ദത്തിന്റെ ഇന്റർവ്യൂവിൽ നിന്നാണ് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, യെസ് ഓർ നോ. പക്ഷെ ഇവിടെ ബബ്ലുയുടെ കഥ എവിടെ മുതൽ? ഡ്രോപ്പിംഗ് ഔട്ട് ഓഫ് സ്കൂൾ മുതൽ സോഷ്യൽ ഇന്നോവേറ്റർ ആവുന്നത് വരെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ആ സ്റ്റോറിയെയും ഇന്റർവ്യൂവിനെയും എന്ത് ചെയ്യണം? ക്ലബ് ചെയ്തിട്ട് വേണം ഈ ഒരു ആൻസറിലേക്ക് എത്താൻ വേണ്ടി. 6 മാർക്കിന്റെ വലിയ ചോദ്യമാണിത്. സോ എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഈ പോയിന്റ്സ് മാത്രം ഓർമ്മിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഗംഭീരമായി ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ദ സ്റ്റോറി ഓഫ് ബബ്ലു ഫ്രം ആൻ ഓർഡിനറി വെൽഡർ ടു എ സോഷ്യൽ ഇന്നോവേറ്റർ. ഒരു രസമുള്ള ടൈറ്റിൽ കൊടുക്കുന്നു. ബബ്ലു വാസ് എൻ ആവറേജ് സ്റ്റുഡൻറ് ഇൻ സ്കൂൾ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ബബ്ലു സ്കൂളിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. After his father died, Bablu left school, dropped out of school to work and help his mother. Simple ആയിട്ട് പറഞ്ഞു അല്ലേ? Bablu had to drop out of school in order to help his family financially after the death of his father. അങ്ങനെ പറയാം. He worked as a helper, busboy in a workshop, later became a welder and finally took over the workshop. So ബബ്ലുവിൻ്റെ ഗ്രാജുവൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് നമ്മൾ കാണിക്കുന്നത്. ബബ്ലുവിൻ്റെ കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക് ആണ് ഇത് കാണിക്കുന്നത്. പിന്നെയോ, ആഫ്റ്റർ മാരിയിങ് ഗൗരി ഹി ഡിസ്കവേർഡ് ദാറ്റ് വിമൺ യൂസ്ഡ് ഓൾ ഡ്രാഗ്സ്. സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. ഗൗരിയെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ബബ്ലു തിരിച്ചറിയുന്നത്, ബബ്ലു റിയലൈസ് ചെയ്യുന്നത് വിമൺ ലൈക്ക് ഹിസ് വൈഫ് യൂസ്ഡ് ഓൾ ഡ്രാഗ്സ് instead of sanitary napkins, because sanitary napkins were very expensive or they couldn't afford sanitary napkins, and that was a great realization for Bablu. This discovery inspired him to make low-cost sanitary napkins for poor women. So ഈ ഒരു കണ്ടെത്തൽ, തിരിച്ചറിയലാണ് സാധാരണക്കാരായ സ്ത്രീകൾക്ക് വേണ്ടി ലോ കോസ്റ്റ്, അഫോർഡബിൾ ആയിട്ടുള്ള, ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള സാനിറ്ററി നാപ്കിൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്തത്, ഇൻസ്പയർ ചെയ്തത്. However, that journey was not easy. പിന്നെയോ, he began experimenting with cotton and other materials but faced repeated failures. Initially അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സ് ഒക്കെ എന്തായിരുന്നു? കംപ്ലീറ്റ് ഫെയിലിയേഴ്സ് ആയിരുന്നു, മിസറബിൾ ഫെയിലിയേഴ്സ് ആയിരുന്നു. He failed miserably എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. സൊസൈറ്റി ക്രിട്ടിസൈസ്ഡ് ഹിം, ഒബ്വിയസ്ലി അല്ലേ? സൊസൈറ്റി അദ്ദേഹത്തെ എന്ത് ചെയ്തു? ക്രൂശിച്ചു, ക്രിട്ടിസൈസ് ചെയ്തു, സ്പ്രെഡ് റൂമേഴ്സ് അല്ലേ? ഈ സാനിറ്ററി നാപ്കിൻസുമായിട്ട് ബന്ധപ്പെട്ട, വിമൻസ് മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുരുഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റൂമേഴ്സ്, പരദൂഷണങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പടർന്നു. ആൻഡ് ഐസൊലേറ്റഡ് ഹിം, അദ്ദേഹത്തെ സമൂഹം എന്ത് ചെയ്തു? ഒറ്റപ്പെടുത്തി. ഹി ഹാഡ് ടു ഫേസ് സോഷ്യൽ ഐസൊലേഷൻ ബിക്കോസ് മെൻസ്ട്രൽ ഹൈജീൻ വാസ് കൺസിഡേർഡ് ടാബു. ടാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത, ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത, അല്ലെ, സമൂഹത്തിൽ നിഷിദ്ധമായ കാര്യത്തെയാണ് നമ്മൾ ടാബു എന്ന് പറയുന്നത്. ഹിസ് വൈഫ് ആൻഡ് മദർ ലെഫ്റ്റ് ഹിം ബട്ട് ഹി റിഫ്യൂസ്ഡ് ടു അബാൻഡൻ ഹിസ് മിഷൻ. ഹി റിഫ്യൂസ്ഡ് ടു അബാൻഡൻ ഓർ ഗിവ് അപ്പ് ഹിസ് മിഷൻ. അമ്മയും ഭാര്യയും ഒക്കെ വിട്ടുപോകുന്നുണ്ട്. ഇത്രയുമാണ് കഥയിൽ, സ്റ്റോറിയിൽ പറയുന്നത്. ഇനിയുള്ളത് നമ്മൾ ഇന്റർവ്യൂ എന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ട്രയൽ ആൻഡ് ഇറർ,
ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് അല്ലേ. യു ട്രൈ സംതിങ്, യു കമ്മിറ്റ് മിസ്റ്റേക്ക്, യു ലേൺ ഫ്രം യുവർ മിസ്റ്റേക്ക് ആൻഡ് യു ട്രൈ അഗെയിൻ. സോ ഇതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. ഹി റിയലൈസ്ഡ് ദാറ്റ്, അദ്ദേഹം തിരിച്ചറിയുന്നു, ബ്രാൻഡഡ് നാപ്കിൻസ് were made from pine wood pulp, not cotton. It took him years to understand this basic idea. അതായത് ഈ ബ്രാൻഡഡ് കമ്പനീസ് പൈൻവുഡ് പൾപ്പ് ഉപയോഗിച്ചിട്ടാണ് സാനിറ്ററി നാപ്കിൻസ് ഉണ്ടാക്കുന്നത്, അല്ലാതെ എന്ത് ഉപയോഗിച്ചിട്ടില്ല, കോട്ടൺ ഉപയോഗിച്ചിട്ടല്ല. He also discovered the process of making cellulose from pine wood pulp. അടുത്ത പരിപാടി, ഇദ്ദേഹം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈൻ വുഡ് പൾപ്പ് വാങ്ങുന്നു. ഒരു ആക്സിഡന്റ്, അദ്ദേഹത്തിന്റെ ഡോഗ് ഈ പൈൻ വുഡ് പൾപ്പിന്റെ സാമ്പിൾ കാർഡിൽ സ്ക്രാച്ച് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നു ഡീഫൈബ്രേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ പൈൻ വുഡ് പൾപ്പിൽ നിന്ന് സെല്ലുലോസ് ഉണ്ടാക്കാൻ പറ്റും. ഈ സെല്ലുലോസ് വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക, സാനിറ്ററി നാപ്കിൻസ് ഉണ്ടാക്കുക. He designed low-cost machines to manufacture affordable sanitary napkins. So, എന്താണ് മെറ്റീരിയൽ, റോ മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്ത പ്രശ്നം എന്തായിരുന്നു, ഭയങ്കര എക്സ്പെൻസീവായ കോടിക്കണക്കിന് രൂപ വരുന്ന ഈ മെഷീൻസ് ആയിരുന്നു. ആൻഡ് ഹി റിയലൈസ്ഡ് ദാറ്റ്, അതായത് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ഇൻഎക്സ്പെൻസീവായ മെഷീൻസ് കണ്ടെത്തിയാൽ മാത്രമേ അല്ലേ ദേ ക്യാൻ പ്രൊഡ്യൂസ് അഫോർഡബിൾ സാനിറ്ററി നാപ്കിൻസ്. ആൻഡ് അദ്ദേഹം എന്ത് ചെയ്തു, 4ാം ക്ലാസ്സിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയ മനുഷ്യൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ മെഷീൻസ് എന്ത് ചെയ്തു, ഡിസൈൻ ചെയ്യുകയും ബിൽഡ് ചെയ്യുകയും ചെയ്തു. He sold the machines to women's self-help groups at subsidized prices instead of making huge profits. വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ പ്രൊഡക്റ്റിന് അദ്ദേഹത്തിന് പേറ്റന്റ് കിട്ടുന്നത്, ലീഗൽ റൈറ്റ് കിട്ടുന്നത്, നിയമപരമായ അവകാശം കിട്ടുന്നത്. എന്നിട്ട് അദ്ദേഹം ആദ്യം എന്താ ചെയ്തത്, അദ്ദേഹം ഉണ്ടാക്കിയ മെഷീൻസ് വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന് സബ്സിഡൈസ്ഡ് പ്രൈസിൽ, കുറഞ്ഞ നിരക്കിൽ കൊടുത്തു. അല്ല, അദ്ദേഹത്തിന് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാനൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അദ്ദേഹം ഈ മെഷീൻസിന്റെ എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ ഉപയോഗിക്കാം എന്ന ഡീറ്റെയിൽസ് പബ്ലിക് ഡൊമൈനിൽ വെക്കും. ആർക്കും എന്ത് ചെയ്യാം, ആ ഡാറ്റ ഉപയോഗിച്ച് മെഷീൻ ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. ആൻഡ് his work created employment for women and improved menstrual hygiene across country. സോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മിഷൻ കാരണം ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ജോലി ലഭിക്കുകയും ഇന്ത്യയിലെ സ്ത്രീകളുടെ മെൻസ്ട്രൽ ഹൈജീൻ എന്ത് ചെയ്യുകയും ചെയ്തു, ഇംപ്രൂവ് ചെയ്യുകയും ചെയ്തു. ഹി റിസീവ്ഡ് നാഷണൽ റെക്കഗ്നിഷൻ, അദ്ദേഹത്തിന് എന്താ പറയുക, ദേശീയ തലത്തിലുള്ള റെക്കഗ്നിഷൻ, അംഗീകാരം, ശ്രദ്ധ നേടി, ഇൻക്ലൂഡിങ് പത്മശ്രീ ഫോർ ഹിസ് സോഷ്യൽ ഇന്നോവേഷൻ. IIT അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ മെൻസ്ട്രൽ ഹൈജീനെ കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാനിറ്ററി നാപ്കിൻസിന്റെ മുകളിൽ GST വേവ് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വർക്ക് കാരണം നടന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. Bablu's journey proves that determination, innovation and concerns for society. എന്തൊക്കെയാണ്? ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം, ഇന്നോവേഷൻ, പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള കഴിവ്, ത്വര, ആൻഡ് കൺസേൺ ഫോർ സൊസൈറ്റി, സൊസൈറ്റിയോടുള്ള കൺസേൺ ക്യാൻ ബ്രിങ് അബൌട്ട് ലാസ്റ്റിംഗ് ചേഞ്ചസ്. ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്ന് തെളിയിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? സോ ഈ രീതിയിലാണ് നമ്മൾ ഫീനിക്സ് റൈസസിൻ്റെ ഒരു നറേഷൻ എഴുതേണ്ടത്. നിങ്ങൾക്ക് ഇതിൽ പോയിന്റ്സ് ആഡ് ചെയ്യാൻ എനിക്കറിയാം. സോ പീപ്പിൾ, ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.